മൈക്രോ പ്ലാൻ ഫണ്ട് നൽകിയില്ല എന്നാരോപിച്ച പ്രതിഷേധവുമായി മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ 2 ലക്ഷം രൂപ വരെ സംരംഭങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പലർക്കും ഈ തുക കിട്ടിയില്ല എന്നതാണ് ആരോപണം. കുടുംബശ്രീ ഓഫീസിനുള്ളിലാണ് പ്രതിഷേധിക്കുന്നത്. ഹലോ വർഷം രണ്ട് കഴിഞ്ഞില്ലേ മുക്കിയ ഉദ്യോഗസ്ഥരെ ആളെ നോക്കി ലിസ്റ്റുണ്ടാക്കി ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക് മോഹൻ, അന്ന് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് 2 ലക്ഷം രൂപ വരെ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സഹായമായി നൽകുമെന്നുള്ളതായിരുന്നു വാഗ്ദാനം. അത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ദുരന്ത ബാധിതർ പറയുന്നത്. പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? പ്രതികരണങ്ങളും മധു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായ ഫേസ് 1 ആളുകളാണ്. ഇവർക്ക് നേരത്തെ സർക്കാർ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു സഹായം പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിലുള്ളൊരു സാമ്പത്തിക സഹായം ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് കുടുംബശ്രീയുടെ മിഷൻ ഓഫീസിനകത്ത് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്താ നിങ്ങളുടെ ഒരു എന്താ ഇപ്പോഴത്തെ പ്രശ്നം? അല്ലല്ല, അതായത് ഇപ്പോൾ നമ്മൾ മൈക്രോ പ്ലാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ തൊഴിൽ ഇപ്പോൾ നമ്മൾ ഈ ദുരന്തം ബാധിച്ച് എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. അപ്പോൾ നമുക്ക് ഈ ദുരന്തം അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൈക്രോ പ്ലാൻ അത് ജില്ലാ മിഷനും ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി 2 ലക്ഷം രൂപ ആദ്യം തരാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. എത്ര പേർക്ക് കിട്ടി? എത്ര ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൂ? കുറച്ച് ആളുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. പൂർണ്ണമായിട്ടും കുറച്ച് ആളുകളൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇനിയും ഭാഗ്യമായിട്ട് കിട്ടാനുണ്ട്. ഫുള്ളായിട്ട് കിട്ടാൻ ആളുകളുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോഴേക്ക് നാളെ വരാം, മറ്റന്നാൾ വരാം, അടുത്ത ആഴ്ച ചർച്ച ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. അത് വല്ലാത്തൊരു ആശങ്കയാണ്. പലതവണ നിങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. എന്നത്തേക്ക് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇവർ പറയും പാസ്സാക്കിയിട്ടുണ്ട്, സർക്കാർ മാറിയിട്ടുണ്ട്, അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിനിസ്റ്റർ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് പോരാ. ഞങ്ങൾക്ക് ഇന്ന് പൈസ കിട്ടണം. കാരണം എല്ലാവരും ഓരോ പദ്ധതിയും തുടങ്ങി വെച്ച ആളുകളാണ്. കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങി വെച്ച ആളുകളാണ്. പക്ഷേ ഇതുവരെ പദ്ധതി തുടങ്ങാൻ പറ്റിയിട്ടില്ല. പൈസ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആളുകൾ ഇതെല്ലാം പൂർണ്ണമായിട്ടെല്ലാം കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആളുകളാണ്. അവരൊക്കെ ആശങ്ക വലുതാണ്. മാധു, ഇവരൊക്കെ മുൻപ് പല ഉപജീവന മാർഗങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷേ ടൗൺഷിപ്പിൽ വീടുകൾ ലഭിച്ചെങ്കിലും പലർക്കും നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം 2 ലക്ഷം രൂപ കിട്ടിയില്ല എന്നാണ് ഇവർ പറയുന്നത്. ഉമ്മ, പൈസ കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. എൻ്റെ കുടുംബത്തിൽ 11 പേര് പോയിട്ട് മോൻ മാത്രമേ ഉള്ളൂ. 18 വയസ്സായ മോൻ മാത്രം. അവന് ജീവിക്കണ്ടേ. ഒരു ഫണ്ട് ഒരു കാര്യം എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. വീട് മാത്രം കിട്ടിയിട്ടുണ്ട്. അതേ ഉള്ളൂ. ഉപജീവനം ഒന്നുമില്ല. ഉപജീവനത്തിന് ഇപ്പം സർക്കാരിൻ്റെ 50,000 രൂപ വരുന്നുണ്ട്. അത് നിൽക്കല്ലേ. അതും കഴിഞ്ഞ് എന്തെങ്കിലും വേണ്ടേ. ഫണ്ടൊന്നും അവർക്ക് ഒരു കാര്യത്തിനും കിട്ടിയിട്ടില്ല. എന്താ നിങ്ങളുടെ ആവശ്യം? എന്താ? മന്ത്രി ഫണ്ട് കിട്ടണം. മോനക്ക് ഫണ്ട് കിട്ടണം. അവനക്ക് ഒരു ജീവിതം വേണ്ടല്ലോ. അതുകൊണ്ട് ഫണ്ട് വേണം. അങ്ങനെ മാധു, ഇവർ പറയുന്നത് ഇവരുടെ പണം നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം ലഭിക്കാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ലെന്നാണ്. അതനുസരിച്ചാണ് ജില്ലാ മിഷൻ കുടുംബശ്രീയുടെ ഓഫീസിനകത്ത് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ് ഇവർ. ഇവിടെ കൂടുതൽ ആളുകളൊക്കെ തന്നെ വലിയ പ്രതികരണവുമായി തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് 1 ലക്ഷം റുപ്യ കിട്ടി. 2 ലക്ഷം റുപ്യന്റെ ചെക്കാണ് തന്നത്. നമ്മൾ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തയെടുത്തപ്പോൾ അന്ന് പ്രതികരിച്ച ആളാണ്. ഒരുപാട് പ്രതികരിച്ചാണ്. ഒന്നും നിലവിൽ വന്നില്ല. ആണിപ്പോൾ ആവശ്യം. എന്താ പണി? എന്താ? നമുക്ക് കാറ്ററിംഗ് നടത്തുന്ന ജോലിയാണ്. കൊണ്ട് മതിയാവും. വന്നുകൊണ്ട് ഒരു 2 ചെമ്പ് പാത്രങ്ങൾ വാങ്ങാൻ കഴിയൂല. അതാണ് പറയുന്നത്. പൈസ ഇട്ടാണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് പോകില്ല. അത് അവർ പറയുന്നത് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ ഉടൻ തന്നെ നൽകണമെന്നാണ്. പലർക്കും ആ തുക ലഭിച്ചിട്ടില്ല. ചില ആളുകൾക്കൊക്കെ 30,000 രൂപ 50,000 രൂപയൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവരിപ്പോൾ ഇവിടെ കുടുംബശ്രീ മിഷൻ ഓഫീസ്, ജില്ലാ മിഷൻ ഓഫീസ് കൽപ്പറ്റയിൽ കുത്തിയിരുന്ന് ദുരന്തബാധിതർ അടക്കമുള്ള ആളുകൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. മന്ത്രിയുടെ എത്തി ഉറപ്പ് നൽകിയാൽ ഇവർ അത് സമരം ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കാം, അല്ലെങ്കിൽ അത് ആലോചിക്കാം എന്നാണ് അവർ പറയുന്നത്. മന്ത്രി വരാമെന്ന് പറഞ്ഞു. മന്ത്രി വരാമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധം മന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. മന്ത്രി ഉടൻ തന്നെ വന്ന് നമ്മളുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചതിന് ശേഷം ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ബിജോയുടെ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവരാണ്. ബിജോയ്ക്ക് നേരത്തെ സാമ്പത്തിക സഹായം നൽകാമെന്ന് പറഞ്ഞിരുന്നു. എത്രയാ തരാമെന്ന് പറഞ്ഞു? എത്ര കിട്ടി? 2 ലക്ഷമാണ് സർക്കാർ പ്രഖ്യാപിച്ചത്.
പിന്നെ കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ എനിക്ക് 35,000 രൂപ ഞാൻ ടൂ വീലറിൻ്റെ വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കൊടുത്തത്. പക്ഷെ ഞാൻ കൊടുത്ത അത് രേഖയിലേ ഇല്ല. എൻ്റെ വൈഫിന് തയ്യലിന് പറഞ്ഞിട്ട് 35,000 രൂപ തന്നിട്ട് പിന്നെ നമ്മളൊക്കെ പറ്റിച്ചതാണ്. എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ശരിക്കും പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട കുടുംബശ്രീ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണം ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഇവിടെ കുടുംബശ്രീയുടെ മിഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരടക്കമുണ്ട്. അവരുടെ പോലീസുകാരടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ലക്ഷം രൂപ നേരത്തെ നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല. പലർക്കും പകുതി തുക ലഭിച്ചിട്ടുണ്ട്. പക്ഷേ 2 ലക്ഷം രൂപ ലഭിക്കാതെ ഇവരുടെ ഉപജീവനം മുന്നോട്ട് പോകാത്തൊരു സാഹചര്യമുണ്ട്. അതിനെ തുടർന്നാണ് വലിയൊരു പ്രതിഷേധം കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ ഓഫീസിനകത്ത് ഇപ്പോൾ നടക്കുന്നത്. നമ്മളോടൊപ്പം കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KP ജയചന്ദ്രൻ ചേരുന്നുണ്ട്. എന്താണ് സാർ ഇപ്പോൾ പറയുന്നത്? 450ഓളം ആളുകൾക്ക്, ദുരന്തബാധിതർക്ക് സഹായം നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താ നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്ന്? 450 പേരാണ് ഫേസ് 1 ഫേസ് 2 ഉള്ളത്. നമ്മൾ 290 പേർക്ക് 4,14,00,000 രൂപ ഇതിനകം കൊടുത്തു കഴിഞ്ഞു. ലൈവ്ലിഹുഡ് അസിസ്റ്റൻസ് വേണം എന്ന് പറഞ്ഞവർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാവർക്കും 2 ലക്ഷം രൂപ വെച്ച് സഹായം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ അതിനുള്ള പ്രൊപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് നിന്ന് ഉത്തരവും അതിനാവശ്യമായ ഫണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിയെടുക്കും. ഈ 290 കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം എന്ന് പറഞ്ഞിട്ട് പലർക്കും 30,000, 20,000 ഒക്കെ ലഭിച്ചിട്ടുള്ളൂ എന്നാണ്. അല്ല, അങ്ങനെയല്ല. 2 ലക്ഷം രൂപ വീതം എല്ലാവർക്കും കൊടുക്കുമെന്ന് നേരത്തെയുള്ള സർക്കാർ ഉത്തരവിൽ പറയുന്നില്ല. എന്താണോ ഇവരുടെ ഉപജീവന മാർഗത്തിന് ആവശ്യമായ പദ്ധതി അവർ തയ്യാറാക്കി തന്നത് അതിനനുസരിച്ചുള്ള പൈസയാണ് കൊടുത്തിട്ടുള്ളത്. ശരി, അവർ വിവരങ്ങൾ നൽകിയത്. പ്ലാൻ ഫണ്ട് തുക ലഭിക്കുന്നില്ല എന്നത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ പ്രതിഷേധമുണ്ടാകുന്നത്. എന്നാൽ മുൻ സർക്കാരിന്റെ കാലത്ത് ഉത്തരവിൽ ഓരോരുത്തർക്കും, ഇത്രയും കുടുംബങ്ങൾക്കും 2 ലക്ഷം രൂപ വീതം നൽകാമെന്ന് പറയുന്നില്ല. അവർക്ക് ഉപജീവന മാർഗം അതുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ തുക എത്രയാണോ അത് നൽകും. പരമാവധി 2 ലക്ഷം എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബശ്രീ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.